അവരാണ് കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം ടച്ചിങ്സിന് പോയി. അതെ ചേട്ടാ സോളമൻ പറഞ്ഞിട്ട് കമന്ററിക്ക് ഇതാണ് കക്ഷി. ഞാൻ ഏതെങ്കിലും ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ സോളമന്റെ റെക്കമെൻഡേഷൻ? അല്ല അങ്ങനല്ല, ഞാനിപ്പോ ഓരുടെ അക്കാഡമിയിലാണ് ജോലി. സോളമന്റെ അക്കാഡമിയിലോ? അത് മാത്രല്ല, കൊറേ നടന്നിട്ടൊന്നും ആവാത്തോണ്ടുകൂടിയാ പറഞ്ഞ. ഞാനല്ല, എന്റെ ഫ്രണ്ട് രമ്യ. ഇവള് സോളമനോട് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഇവിടെ എന്തെങ്കിലും നടക്കുമെന്നറിയില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ. അല്ല സർ, ജയ സാറിനോട് പറഞ്ഞെന്ന് സോളമൻ പറഞ്ഞോണ്ട് അങ്ങനെയാ വന്ന്. മാച്ച് ഇല്ലേ അപ്പോ? എടോ ഫാത്തിമ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സോളമൻ അല്ല. നിങ്ങളെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാ നമ്മളൊരു മൈൻഡും ഇല്ല. ഒരു മെസ്സേജ് അയച്ച് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച റിപ്ലൈ ചെയ്യില്ല. പ്രസിഡന്റിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. നടക്കോ? കാണാൻ കൊള്ളാവുന്ന രണ്ട് പെമ്പിള്ളേർ വന്നിട്ടുണ്ട്. അവർക്ക് കമന്ററി ഉണ്ടോ? പറഞ്ഞായിരുന്നു. ഇതുകൊണ്ട് കൊടുത്തിട്ട പരിപാടി ഞാൻ. അതെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകളെ പരിചയപ്പെടുത്താൻ ജയേഷ് സാറ് സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് ഗസ്റ്റുകളുടെ ലിസ്റ്റ്. ഓ സർ, ഞാൻ അതിനല്ല വന്ന് മാച്ചിന് കമന്ററി പറയാനാ. അതിവിടെ സംസാരിച്ചെന്നാ സോളമൻ പറഞ്ഞു. ഓ അതാണോ? കമന്ററി പറയുന്ന ആര് പറഞ്ഞു? ആലോലാതിയെ അവന് എന്നെ ഇവിടെ 10 പൈസയുടെ വിലയില്ലേ. അവനൊന്ന് ഓർഡറിട്ട് ഇവിടെ ചെയ്യാതിരിക്കുകയാണ്. എന്നെ വിളിച്ചായിരുന്നു കൗൺസിലിൽ നിന്ന് പറഞ്ഞോണ്ട് ഇത് തന്നെ സമ്മതിച്ച. മനസ്സിലായ? കമന്ററി നടപടിയുള്ള കാര്യമല്ലേ. സി ഫാത്തിമ, ഞാൻ കണ്ടപ്പോഴേ പറയണമെന്ന് വിചാരിച്ചിട്ട് കാര്യമാണ്. ഈ കമന്ററി എന്നൊക്കെ പറയുന്നത് ശബ്ദം കൊണ്ടുള്ളൊരു കളിയാണ്. ഇപ്പൊ ഗ്രൗണ്ടിൽ ബോൾ അടിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോ സൗണ്ട് പിച്ച് താഴ്ത്തിയും അലറി വിളിച്ചും ഒക്കെ പറയേണ്ടി വരും. മനസ്സിലായോ? ഈ ഫീമെയിൽ വോയിസിന് അത്രയും ഡെപ്ത് കിട്ടത്തില്ല. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും വേൾഡ് കപ്പിൽ കൗണ്ട് പറഞ്ഞിട്ടുള്ള ഫീമെയിൽ ഉണ്ടോ? ഇല്ല. ആണുങ്ങളുടെ ഒരു മേഖല ഏത്? ഈ സംവരണ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല. ഇതൊന്ന് നോക്ക്, ആങ്കറിംഗ് ആണ്. ഇതൊരു നല്ല ഓപ്ഷൻ ആണല്ലേ. അതുമല്ല, ഈ പന്തിന്റെ അടുത്തൊക്കെ തന്നെ കാണുകയും ചെയ്യാം. ഇതൊരു ബിഗ് ചാൻസ് ആണ്, പിന്നെ കിട്ടത്തില്ല. സർ, സാറിന്റെ ബിഗ് ചാൻസ് ഇല്ലേ, അതിക്ക് അല്ല, ഞങ്ങള് പെണ്ണുങ്ങൾക്ക് കൊറേ കിട്ടും. ചെറുപ്പം മുതൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വേണമെന്ന് പറയുമ്പോ, ഇഷ്ടപ്പെട്ടത് പഠിക്കണം എന്ന് പറയുമ്പോ അപ്പൊ വരും. അതിലും നല്ലത് ഇതാണ്. ദിസ് ഈസ് ദി ബെറ്റർ ഓപ്ഷൻ. ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല, സോ ഈസി ആയിട്ടുള്ളത് നോക്കുന്നൊക്കെ വേണ്ട സർ. ഈ ബിഗ് ചാൻസ് സർ വെച്ചോളൂ. എനിക്ക് എന്റെ ചാൻസ് മതി. ഇറ്റ്സ് ഓക്കെ. വാ. എനിക്കാണെങ്കിൽ അതിന്റെ കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. ഇതേപോലെ കുറെ എന്റെ ഓഫീസിലുണ്ട്. സോളമനാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. നീ ചൂടാവല്ലേ, അയാളോട് കാര്യം പറഞ്ഞല്ലോ. ഒരെണ്ണം കൊടുക്കായിരുന്നു. എന്തിനു? സംസാരിച്ച തീരാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. കാര്യങ്ങൾ മോത്തൊക്കി പറഞ്ഞാൽ തന്നെ പകുതി അടി ഒഴിവാക്കാം. ദേ, ഇപ്പൊ തന്നെ അതിലും വലിയൊരു ശല്യാണ് എന്റെ തലയിലേക്ക് വന്ന് വീഴാൻ നോക്കുന്നു. എന്ത്? ആ കൂതറല്ലേ, ആര്? ആ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കൂടെ നടക്കുന്ന ചെറ്റ. ഇന്ന് കണ്ടില്ലേ ആ കതറക്കെട്ട? ഓ, അയാൾ ഓൻ ഒരേ മെസ്സേജ് അയക്കലാന്ന്. കമ്പിയാണോ? ഇത്ര നാളെ എടുക്കൊക്കെ ആയിരുന്നു. ഇന്ന് അവിടുന്ന് വന്നപ്പോ തൊട്ട് കാണാം, സംസാരിക്കാം, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാന്നൊക്കെ. നാളെ അയാളുടെ ഫ്ലാറ്റിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലാനോ? നാറി. സോളമൻ വിളിക്കട്ടെ, ഞാൻ ഈ കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്. സോളമനല്ല ജയേഷിനെ വിളിക്കാൻ പറഞ്ഞത്. അല്ലേലും വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. എന്തിനാണ് മോളെ കാര്യങ്ങൾ സംസാരിക്കാൻ വേറെ ആള്? ഡീലേറ്റേഴ്സ് അല്ലേടി. സ്ക്രീൻഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ ചമ്പിയല്ലോ. അതന്നെ ഞാനും ആലോചിച്ചാ, പക്ഷെ ഇപ്പൊ വേണ്ട. ഞാൻ നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിൽ പോയിട്ടോ? എന്തിന്? ഹൗ ടു കിൽ എ കിങ്. ഇറ്റ്സ് സിമ്പിൾ. ഫൈൻഡ് ഹിസ് ക്വീൻ. അതിലെന്റെ മോഹങ്ങൾ
എനിക്കറിയായിരുന്നു കുട്ടി വരുമെന്ന്. ഒരു സ്പ്രേ ജാഗ്വാർ. ഇരിക്കൂ ഇരിക്കൂ. ഫാത്തിമ ബി, ഒരു ജ്യൂസ് എടുത്താലോ? ഈ സിറ്റുവേഷന് നല്ലത് ഗ്രേപ്പ് ഹണിയാ അല്ലേ? കുറച്ച് കഴിഞ്ഞാവാം, അതല്ലേ നല്ലത്? ആ, കുറച്ച് കഴിഞ്ഞാവാം. ആദ്യം ഒന്ന് ഇരിക്കട്ടെ. സോറി. ഫാത്തിമ ബീവിയുടെ നാടെവിടെയാ? മലപ്പുറമാണ്. മലപ്പുറം. അന്നയച്ച ലിങ്ക് കിട്ടിയിരുന്നു. ശരിക്കും പറഞ്ഞ ഇത്രയും സംസാരിക്കുന്ന ഒരാളാണെന്ന് തോന്നുകയില്ല. ഒരു കുഞ്ഞു മിണ്ടാപ്പൂച്ചയെ പോലെ തോന്നും. നമ്മളൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ലാളിക്കാൻ തോന്നുന്ന പൂച്ചയില്ലേ? ഓ, പിന്നെ കമന്ററിയുടെ കാര്യം ആ കിഴങ്ങൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്റ്റാറിലെ ശിവയാ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അങ്ങേരല്ല. ഈ ശിവയുടെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനുണ്ട്. പുള്ളി പിടിച്ച കാര്യം നടക്കും. പക്ഷെ ഭയങ്കര ഗൗരവക്കാരനാ. സ്വാധീനത്തിലൊന്നും വഴങ്ങുന്ന ടൈപ്പല്ല. കുട്ടിയൊന്നും മയക്കെടുത്ത കളി നടക്കുമ്പോ കമന്ററി കുട്ടിയുടെ ആയിരിക്കും. അതാരാ കക്ഷി? നിങ്ങൾ നോക്കിയേ. LP ഗോപകുമാർ. ഞാൻ എന്നാ ജ്യൂസ് എടുക്കാം. ഈ കുട്ടിയുടെ ഒരു കാര്യം, തണുപ്പ് പോയിട്ടുണ്ടാവും ജ്യൂസിന്. എനിക്ക് ആ കമന്ററി ലൈവായിട്ടൊന്ന് കേൾക്കണം. ഇത്രയും നേരം ഞാൻ കാണിച്ച കരുതലില്ലേ, അതെനിക്ക് തിരിച്ചും വേണം. അപ്പൊ എൻ്റെ ഫുൾ സപ്പോർട്ട്. കമന്ററി അല്ലേ? കമന്ററി. ഗോളി വഴങ്ങിക്കൊടുക്കുമെന്ന് വിചാരിച്ച് പല വളഞ്ഞ വഴികളും താണ്ടി ബോളുമായിട്ട് വെട്ടി ഒഴിഞ്ഞ് ഫാത്തിമയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന ഫുട്ബോൾ ഫെഡറേഷനിലെ LP ഗോപകുമാർ എന്ന ചെറ്റ ഓല മുന്നിലേക്ക് എതിർ ടീം അവരുടെ തുറുപ്പ് ചീട്ടിനെ ഇറക്കി വെച്ചു. ആ തുറുപ്പ് ചീട്ടിന്റെ പേര് ഗോപിക വിനോദിനി. സെന്റ് ആൽബർട്ട്സിൽ പഠിക്കുന്ന ഗോപിക. ഗോപൻ സാറിന്റെ മോളല്ലേ? ആ, അപ്പൊ അങ്ങനെ വരട്ടെ. അതായത് ഗോപൻ സാറേ, ഗോപിക ഈ പാവം ഫാത്തിമയുടെ ഫ്രണ്ട് അല്ലായിരുന്നെങ്കിലും ഫാത്തിമ ഗോപികയുടെ മറ്റു 2 കൂട്ടുകാരികളെ ഫ്രണ്ടാക്കിയ ശേഷം അതിവിദഗ്ധമായ മൂവോടെ ഗോപികയെ ഫ്രണ്ടാക്കി. അപ്പൊ എല്ലായ്പ്പോഴും ഗോപികയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഓ, സാറിന്റെ മെസ്സേജ് ആയപ്പോ കണ്ടപ്പോ തന്നെ വശപ്പശക്ക് തോന്നി. സാർ ഗോൾ അടിക്കാൻ നോക്കുമെന്ന് ഊഹുണ്ടായിരുന്നു. സാറിന് നാണല്ലെന്ന് മുഖത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. സാർ പേടിക്കണ്ട. ഇതുവരെ ഈ മെസ്സേജ് ഗോപികയുടെ മെസ്സേജ് ബോക്സിലേക്ക് ഒരു പെനാൽറ്റി പോലെ അടിച്ചു വിട്ടിട്ടില്ല.